ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കുന്ന ഒരു നിർണായക നീക്കത്തെക്കുറിച്ചാണ്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ ആഗോള വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ചൈനക്കെതിരെ വലിയൊരു സാമ്പത്തിക യുദ്ധത്തിന് ട്രംപ് കോപ്പ് കൂട്ടുകയാണ്. വെറും നികുതിയല്ല, 25% അധിക നികുതിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഈ ഭീഷണി? എന്തുകൊണ്ടാണ് ചൈനയെ ഇതിൽ ടാർഗറ്റ് ചെയ്യുന്നത്? ഇത് ലോകത്തെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. വിഷയത്തിലേക്ക് കടക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വളരെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഇത്തവണ ട്രംപ് ലക്ഷ്യമിടുന്നത് ഇറാനെ മാത്രമല്ല, ഇറാനെ സഹായിക്കുന്നവരെ കൂടിയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% അധികം നികുതി ചുമത്തുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറാനുമേൽ അമേരിക്ക നേരത്തെ തന്നെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഈ ഉപരോധങ്ങളെ മറികടന്നുകൊണ്ട് പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ചൈന, ഇറാനിൽ നിന്ന് എണ്ണയും മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങുന്നുണ്ട്. ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ലോജിക് ഇതാണ്: ഞങ്ങൾ ഇറാനെ ഉപരോധിക്കുന്നു, പക്ഷേ നിങ്ങൾ അവരുമായി കച്ചവടം ചെയ്ത് അവർക്ക് പണം നൽകുന്നു. അത് അനുവദിക്കില്ല. നിങ്ങൾ ഇറാനുമായി കച്ചവടം നടത്തിയാൽ അമേരിക്കയുമായുള്ള നിങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങൾ 25% അധിക നികുതി ചുമത്തും. ഇതൊരു ചെറിയ ഭീഷണിയല്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, പല രാജ്യങ്ങളും ഇറാനുമായി ബന്ധം പുലർത്തുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ട്രംപ് ചൈനയെ എടുത്തു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്? ഇവിടെയാണ് കണക്കുകൾ സംസാരിക്കുന്നത്. ഇറാന്റെ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം ചൈനയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾക്കിടയിലും സ്വകാര്യ റിഫൈനുകൾ വഴി ചൈന ഇറാനിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇറാൻ സമ്പദ് വ്യവസ്ഥ പിടിച്ചു നിൽക്കുന്നത് തന്നെ ചൈന നൽകുന്ന ഈ പണം കൊണ്ടാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സമ്മർദ്ദത്തിലാക്കണമെങ്കിൽ ആദ്യം അവരുടെ പണസഞ്ചിയായ ചൈനയുടെ എണ്ണ വാങ്ങൽ നിർത്തലാക്കണം. മാത്രമല്ല, അമേരിക്കയും ചൈനയും തമ്മിൽ നിലവിൽ തന്നെ ഒരു വ്യാപാര യുദ്ധം നടക്കുന്നുണ്ട്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വിപണി കുറക്കുക എന്നത് ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇറാൻ വിഷയം ഒരു ആയുധമാക്കി ചൈനയ്ക്ക് മേൽ 25% അധിക നികുതി അടിച്ചേൽപ്പിക്കാൻ ട്രംപിന് ലഭിച്ച ഒരു അവസരമാണിത്. ഇനി ഈ തീരുമാനം നടപ്പിലാക്കിയാൽ എന്ത് സംഭവിക്കും? ഒന്നാമതായി, ചൈനയ്ക്ക് തിരിച്ചടി. ചൈനയുടെ സാമ്പത്തിക നില ഇപ്പോൾ അത്ര ഭദ്രമല്ല. അമേരിക്ക 25% നികുതി കൂടി ചുമത്തിയാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വില കൂടും. ഇത് ചൈനയുടെ കയറ്റുമതിയെ ബാധിക്കും. രണ്ടാമതായി, എണ്ണവില. ചൈന ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ അവർക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇത് ആഗോള വിപണിയിൽ എണ്ണയ്ക്ക് ക്ഷാമമുണ്ടാക്കാനും വില കൂടാനും കാരണമായേക്കാം. പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ ബാധിക്കും. മൂന്നാമതായി, അമേരിക്കൻ വിപണി. നികുതി കൂടുമ്പോൾ അമേരിക്കയിലെ സാധനങ്ങൾക്ക് വില കൂടും. ഇത് അമേരിക്കൻ ജനതയ്ക്കും പണപ്പെരുപ്പത്തിന്റെ രൂപത്തിൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ, ഇറാനെതിരെ ട്രംപ് ഉയർത്തിയ വാൾ യഥാർത്ഥത്തിൽ ചൈനയുടെ നെഞ്ചിലേക്കാണ് നീളുന്നത്. 25% നികുതി എന്നത് നിസ്സാരമല്ല. വരും ദിവസങ്ങളിൽ ചൈന ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത്, ട്രംപ് ഇത് ഔദ്യോഗികമായി നടപ്പിലാക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ട്രംപിന്റെ ഈ തീരുമാനം ശരിയാണോ? ഇത് ലോക സമാധാനത്തെ ബാധിക്കുമോ, അതോ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.